മൊയിൻ ബാപ്പുവിന് വയസ്സ് 82. ചാലിയാറിൻ്റെ തീരത്ത് ജനിച്ചു വളർന്ന ഈ മനുഷ്യൻ പിറകോട്ട് സഞ്ചരിക്കുകയാണ്. മാവൂർ ഗ്രാസിം റയോൺസ് ഫാക്ടറിയുടെ പിന്നാമ്പുറത്തുകൂടി ഒഴുകുന്ന ചാലിയാറിൻ്റെ വർത്തമാനത്തിൽ നിന്ന് അധികം വിദൂരത്തല്ലാത്ത ഒരു ഭൂതകാലത്തേക്ക്. ഇത് കേവലം കഥ പറച്ചിലല്ല, മൊയിൻ ബാപ്പുവും കൂട്ടുകാരും ചേർന്ന് രചിച്ച ചരിത്രമാണ്. ആ ചരിത്രം കേരളത്തിലെ വികസനവാദവും പരിസ്ഥിതിവാദവും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ കഥയാണ്. ജനകീയ സമരങ്ങളുടെ, ഭരണകൂട നിസ്സംഗതയുടെ കഥ, തൊഴിൽ ചൂഷണങ്ങളുടെ പരിസ്ഥിതി രാഷ്ട്രീയത്തിൻ്റെ കഥ. മൊയിൻ ബാപ്പു ആ കഥ പറയുന്നു. പൂട്ടിക്കിടക്കുന്ന ഈ പടിവാതിലിനുമുണ്ട് പറയാനേറെ. പതിറ്റാണ്ടുകൾ നീണ്ട സമരപോരാട്ടങ്ങളുടെ മൂകസാക്ഷിയായിരുന്നു ഈ ഗേറ്റ്. അന്ധമായ ലാഭം മാത്രം ലക്ഷ്യമാക്കിയുള്ള വികസനം എങ്ങനെയാണ് തൊഴിലാളി വിരുദ്ധമാവുന്നതെന്ന്, പ്രകൃതി വിരുദ്ധമാവുന്നതെന്ന് ഈ പോരാട്ടങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ബിർളയുടെ മാവൂരിലെ ചരിത്രം ആരംഭിക്കുന്നത് 1958 ആദ്യ EMS സർക്കാരാണ് ബിർളയെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നത്. പ്രതിവർഷം 2 ലക്ഷം ടൺ മുള ടണ്ണിന് 1 രൂപ നിരക്കിൽ നൽകാമെന്നായിരുന്നു കരാർ. കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി, വ്യവസായം ആരംഭിക്കാൻ ഭൂമി, ഇതെല്ലാമായിരുന്നു സർക്കാരിൻ്റെ വാഗ്ദാനങ്ങൾ. കരാറിലുണ്ടായിരുന്ന മറ്റൊരു വാചകം ഇങ്ങനെ: മാനേജ്മെൻറ്റിന് ദ്രോഹകരമോ ഉൽപാദന തടസ്സം സൃഷ്ടിക്കുന്നതോ ആയ എന്തെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുണ്ടായാൽ സർക്കാർ സമയോചിതം ഇടപെടും. 1963 കമ്പനി പ്രവർത്തനം ആരംഭിച്ചു. ലോകത്തെ ഏറ്റവും വലിയ പൾപ്പ് ഫാക്ടറിയായിരുന്നു മാവൂരിലേത്. ബിർളൻ്റെ ഫുൾ ഫൈബർ ഫാക്ടറി ഇവിടെ അല്ല, ഇവിടെ അതിൻ്റെ വേസ്റ്റ് എടുത്തിട്ട് മാത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ശരിക്കുള്ള നല്ല പൾപ്പൊക്കെ പാക്ക് ചെയ്ത് പോവുക. എന്തായാലും ബിർളയുടെ ആസ്തി 1964 മുതൽ 67 വരെയുള്ള കാലയളവിൽ 40% വർദ്ധിച്ചുവെന്ന് അന്നത്തെ കേന്ദ്ര വ്യവസായ വകുപ്പ് മന്ത്രി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ലോക്സഭയിൽ അവതരിപ്പിച്ച കണക്കു പറയുന്നു. Anybody investing the money is to run the economical. If there is no economy, a manager is to manage the plant, but at the same time he has to take care of his employee also. Not that I can go on distributing whatever Guru is telling. ആകെ കമ്പനിയുടെ മുതൽ മുടക്ക് 16 കോടി രൂപ. ഇതിൽ 1 കോടി മാത്രമാണ് ബിർളയുടെ വിഹിതം. ബാക്കി വായ്പയും ഓഹരികളും. 79-80 വർഷം ബിർളയുടെ ലാഭം 63 കോടിയായിരുന്നു. പ്രതിവർഷം അവർ ഉപയോഗിച്ചു പോന്ന മുളയും യൂക്കാലിപ്റ്റസും 3.6 ലക്ഷം ടൺ. സർക്കാർ നൽകിയതും പോരാഞ്ഞ് ബിർള 30,000 ഏക്കർ വനഭൂമി വാങ്ങി അതിൽ യൂക്കാലിപ്റ്റസ് നട്ടു. എന്നാൽ മലിനീകരണ നിയന്ത്രണത്തിനായി 1 രൂപ പോലും മുടക്കിയില്ല. നിർമ്മാണത്തിനുപയോഗിക്കുന്ന രാസവസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ പുഴയിലേക്കൊഴുക്കിയ ബിർള ചാലിയാറിനെ അക്ഷരാർത്ഥത്തിൽ കാളിന്തിയാക്കി മാറ്റി. പൾപ്പിംഗ് ടെക്നോളജി മാറിയോടുകൂടി അതിനനുസരിച്ച് അവർ മോഡേണൈസ് ചെയ്തില്ല. അങ്ങനെ മോഡേണൈസ് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ എഫിഷ്യൻ്റായിട്ട് ചെയ്യുകയും കുറഞ്ഞ മലിനീകരണം ഉണ്ടാവുകയും കുറഞ്ഞ റോ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ പൾപ്പുണ്ടാക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ അതിനവർ ഒരുമ്പെട്ടില്ല, മുന്നോട്ട് വന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇതാണ് അവിടുത്തെ. നമ്മൾ അപ്പോഴും പറയുന്നത് ഈ വെള്ളം നന്നാക്കാൻ കഴിയും, നന്നാക്കിയാൽ തന്നെ ഇവിടെ ഫാക്ടറി ഓടുന്നതിന് ഒരു തടസ്സമില്ല. അപ്പോൾ അതിന് കൂടുതൽ ചിലവുണ്ട്. സാബുവിനെ സംബന്ധിച്ചുള്ള വർത്താനം അതാണ്. 1964 ചാത്തുണ്ണി മാസ്റ്ററുടെയും KA റഹ്മാൻ്റെയും നേതൃത്വത്തിൽ ചാലിയാർ ഡിഫൻസ് കമ്മിറ്റി രൂപീകരിച്ച് മലിനീകരണത്തിനെതിരെ സമരം ആരംഭിച്ചു. ലാഭം വർദ്ധിച്ചതോടെ ബിർള തൊഴിൽ ചൂഷണം കൂടുതൽ ശക്തിയായി തുടർന്നു. 1976 മുതൽ
മാസത്തിൽ വേജ് റിവിഷൻ നടന്നിട്ടില്ല, ബോണസ് കിട്ടുന്നില്ല. അപ്പോൾ അത്ര ഒരു പൊതു ഡിമാൻഡിന് ഞങ്ങളും ഒറ്റക്ക് പോരാന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ അവരോടൊപ്പം. അങ്ങനെ ആ പൊതു ഡിമാൻഡിന് വേണ്ടിയിട്ടാണ് പിന്നീട് ഗ്രോ സമരം എന്ന രീതിയിൽ മാസത്തിൽ അഭൂതപൂർവമായിട്ടുള്ള കേരളത്തിലെ തൊഴിലാളി വർഗത്തിൻ്റെ ആയിരത്തി 1981 മുതൽ തൊഴിലാളികൾക്കുള്ള അവകാശങ്ങൾ നൽകാൻ ബിർള കൂട്ടാക്കിയില്ല. 81, 82, 83 വർഷങ്ങളിൽ ബോണസ് നിഷേധിക്കപ്പെട്ടതോടെ 1985 സംയുക്ത സമരസമിതി സമരമാരംഭിച്ചു. അവസാനം അവർ ഈ ഫാക്ടറി ഇവിടെ ഞങ്ങളെ പണിക്കാരം ഇതാവാതെ മൈസൂരിൽ നിന്ന് പോയിട്ട് മൈസൂർ വല്ല ഫാക്ടറിയിൽ ആളെ കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചിട്ട് പിന്നെ ഫാക്ടറിയിൽ അപ്പോൾ അന്ന് പോലീസും അതുപോലെയുള്ള ബന്ദോബസ്തോടു കൂടി ഒന്നായിട്ട് ഫാക്ടറിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു വലിയൊരു സമരമായിട്ട് വന്ന് പോലീസ് കണ്ടമാനം IG മുതൽക്ക് ഇവിടെ ക്യാമ്പ് ചെയ്ത് ബ്ലോ ടാങ്ക് വെൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മളെ യൂണിയനിലുള്ള തൊഴിലാളികൾ ഫാക്ടറിൻ്റെ മുകളിൽ കൂടി കയറി ഈ പൈപ്പുമേൽ കയറിയിട്ട് ആ ബോയിലറിൻ്റെ അത് ശരിക്കും ഇങ്ങോട്ട് പിടിച്ച് കെട്ടിക്കാൻ കേസ് പോവില്ല. ആ കേസ് പോകാത്തതോടുകൂടി പിന്നെ എല്ലാം അന്തം. എന്നാൽ തൊഴിലാളി സമരങ്ങൾ ചൂണ്ടിക്കാട്ടി സർക്കാരിനോട് വിലപേശാനാണ് ബിർള ശ്രമിച്ചത്. ഞാൻ ഒരുപാട് കാലം ഈ എല്ലാ സംഘടനകളുടെയും യൂണിയൻ്റെയും കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാനായി, ആക്ഷൻ കമ്മിറ്റി ചെയർമാനായി വർക്ക് ചെയ്ത ആളാണ്. അപ്പോൾ പൊതുവായിട്ടുള്ള പ്രശ്നങ്ങളിൽ യോജിച്ച് നിൽക്കുന്ന ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. അതൊന്നും നല്ല എഗ്രിമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അവിടുത്തെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5 or 6 ലോങ് ടൈം എഗ്രിമെൻറ്റ് വന്നിട്ടുണ്ട്. അതിൽ ഇടക്കാലത്ത് വന്ന 2, 3, 4 ലോങ് ടൈം എഗ്രിമെൻറ്റുകൾ നല്ല എഗ്രിമെൻറ്റാണ്. തൊഴിലാളികൾ സേവന വേതന വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം നല്ല എഗ്രിമെൻറ്റായിരുന്നു. പിന്നെ അങ്ങോട്ട് അവസാനമായപ്പോഴത്തേക്കും കമ്പനീൻ്റെ ആരോഗ്യം കുറഞ്ഞു. അപ്പോഴത്തേക്കും തൊഴിലാളികൾക്ക് കിട്ടുന്ന സാമ്പത്തിക ആനുകൂല്യങ്ങളും കുറഞ്ഞു. പിന്നെ മാവൂരിൻ്റെ കാലത്തിന് ശേഷം തുടങ്ങിയ കമ്പനികളിലൊക്കെ മെച്ചപ്പെട്ട വേതനങ്ങൾ വന്നു. ഇവിടുന്ന് തന്നെ കുറേ ആളുകൾ വേറെ കമ്പനികളിലേക്ക് പോയി. ഈ കമ്പനീൻ്റെ ലാഭം കൊണ്ട് തന്നെ ബിർള കമ്പനി വേറെ കർണാടകയിലെ ഹരിഹറിൽ വേറെ കമ്പനി ഉണ്ടാക്കി. അപ്പോഴത്തേക്കും മാവൂരിൻ്റെ കമ്പനിയുടെ ആരോഗ്യം ഏറെക്കുറെ അങ്ങ് പരീക്ഷ. മുഖ്യധാര തൊഴിൽ യൂണിയനുകൾ കൂടി ഈ കച്ചവടത്തിൽ കൂട്ടുചേർന്നതോടെ അസംതൃപ്തരായ തൊഴിലാളികൾ ഗ്രോ എന്ന പേരിൽ സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ രൂപീകരിച്ചു. കേരളത്തിലെ തൊഴിൽ സമരങ്ങളുടെ ചരിത്രത്തിലെ തിളങ്ങുന്ന അധ്യായമാണ് ഗ്രോ എന്ന തൊഴിലാളി യൂണിയനും അതിൻ്റെ നായകൻ എ വാസു എന്ന ഗ്രോ വാസുവും. മുഖ്യധാര ട്രേഡ് യൂണിയനുകൾ കങ്കാണിമാരായി മാറിക്കൊണ്ടിരുന്നപ്പോൾ ഗ്രോ നടത്തിയ പോരാട്ടം വർഗസമരം മാത്രമായിരുന്നില്ല. ജീവൻ നിലനിർത്താനുള്ള നാട്ടുകാരുടെ പോരാട്ടത്തോട് അത് കൈകോർത്തു. ഞാൻ ഗ്രോ ഉണ്ടാക്കിയോ അതിനു വേണ്ടിയിട്ട് പ്രയാസം. പക്ഷെ പിന്നീട് ഏത് കാര്യവും ഉണ്ടാക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി പ്രയാസകരമാണ് നിലനിർത്തൽ. ആ നിലനിർത്തലിൽ ഞാൻ വലിയ പങ്ക് വഹിച്ചു. അത് പൂട്ടുന്നത് വരെ ഗ്രോ യൂണിയൻ നിലനിർത്താൻ വേണ്ടി ഈ RN സാബുവിനോടും അവിടുത്തെ വിവിധ ട്രേഡ് യൂണിയനുകളും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ കൈയായിട്ടുള്ള ട്രേഡ് യൂണിയനുകളോടും അഹോരാത്രം പോരാടിക്കൊണ്ടാണ് ആ യൂണിയനെ ഞാൻ നിലനിർത്തിയത്. ഗ്രോ വാസുവും മൊയിൻ ബാപ്പുവും ബിർള എന്ന കുത്തകയോട് പോരാടുമ്പോൾ അവരുടെ സഹപ്രവർത്തകരിൽ ചിലർ ക്യാൻസറിന് കീഴടങ്ങി മരിച്ചു. കമ്പനി പണി നിൽക്കുന്ന സമയത്ത് തന്നെ വാപ്പ് വേറെ അസുഖം ഉണ്ടായിരുന്നു, വയറുവേദന. അങ്ങനെ ഡോക്ടർമാരെ കാണിക്കും, മരുന്നായി കഴിക്കും. അങ്ങനെ ഇത് നീണ്ടുപോയി. അങ്ങനെ ഒടുവിൽ അന്ന് ഇതിനെപ്പറ്റി കൂടുതൽ ആലോചിച്ചില്ലായിരുന്നു. അങ്ങനെ എൻ്റെ ഒടുവിൽ വയറുവേദന പറ്റി ഭക്ഷണം കഴിച്ചാൽ പിന്നെ ശരീരത്തിൽ കൊള്ളാത്ത പിന്നെ ഛർദ്ദിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ പോയിട്ട് കാണിക്കുന്നത്. പിന്നെ അവിടെ നടത്തിയ ടെസ്റ്റിലാണ് ആമാശയ ക്യാൻസറാണെന്ന് സ്ഥിരീകരിച്ചത്. ചിലർ ചൂഷണത്തിൽ മനംനൊന്ത് ജീവനൊടുക്കി. കമ്പനി പുറത്തുവിടുന്ന ഗന്ധകപ്പുക പരിസര പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ജീവിതം കാർന്നു തിന്നുകയായിരുന്നു.
തൊഴിൽ ചൂഷണം മൂലം ആത്മഹത്യ ചെയ്യുന്ന 13ാമത്തെ തൊഴിലാളിയായിരുന്നു കല്ലുവെട്ടുകുഴിയിൽ മൂസ. മൂസയുടെ ആത്മാഹുതി മാവൂർ സമരത്തെ പുതിയ വഴിത്തിരിവിലേക്ക് നയിച്ചു. ഗ്രോയുടെ നേതൃത്വത്തിലുള്ള തൊഴിൽ സമരത്തിനൊപ്പം കമ്പനി ആരംഭിച്ച കാലം മുതൽ മലിനീകരണത്തിനെതിരെ സമരരംഗത്തുള്ള KA റഹ്മാൻ എന്ന അചഞ്ചലനായ പോരാളിയും ഒത്തുചേർന്നു. മലിനീകരണത്തിനെതിരായ സമരവും തൊഴിൽ സമരവും ഒത്തുചേർന്നതോടെ മാവൂർ ഇന്ത്യ മുഴുവൻ ശ്രദ്ധ നേടി. ഒരിക്കലും തളരാത്ത പോരാളിയായിരുന്നു റഹ്മാൻ സാഹിബ്. പരിസ്ഥിതി ഒരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവന്ന സൈലന്റ് വാലി സമരം തുടങ്ങുന്നതിനും പതിറ്റാണ്ട് മുമ്പ് ചാലിയാറിനെ മലിനീകരിക്കുന്ന ബിർളയ്ക്കെതിരെ അദ്ദേഹം ജനങ്ങളെ സംഘടിപ്പിക്കാൻ തുടങ്ങി. 1994-90 അവിടെ ഡോക്ടർ അവിടെ കിടക്കുമ്പോൾ തന്നെ നേരെ പോലാം ഈ വാട്ടർ പൊല്യൂഷൻ ബോർഡിൻ്റെ ഓഫീസിൽ മറ്റിടത്തൊക്കെ പോയിട്ട് അവിടെ അഡ്മിറ്റായിരിക്കും. എന്നാലും ഇങ്ങനെ പോയി നടക്കും. അപ്പോൾ അതൊരു ഇതിൻ്റെ പിന്നാലെ കാര്യമായിട്ട് ഒരു ഇതെന്ന് വെച്ചാൽ ഇതാണ് രാഷ്ട്രീയവും ഇതും ഒരു തൊഴിലാക്കി എടുക്കുക എന്നുള്ള. പിന്നെ അന്നത്തെ സാമ്പത്തികമായിട്ടുള്ള സ്ഥിതി കൊണ്ട് അങ്ങനത്തെ ഒരു ഇതിലേക്ക് വല്ലാതെ മറ്റുള്ള കുടുംബത്തിന് ബാധിക്കലില്ല. ഗന്ധകമഴയിൽ കുളിച്ച തൻ്റെ നാടിനെയും ക്യാൻസർ കാർന്നു തിന്നുന്ന നാട്ടുകാരെയും നെഞ്ചോട് ചേർത്ത് പിടിച്ചു ആ ജനനായകൻ. വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമൊക്കെയായ റഹ്മാനിക്ക ബിർളയുടെ വിഷപ്പുകയേറ്റ് ക്യാൻസർ ബാധിതനായി മാറി. മരണക്കിടക്കയിലും ആ പ്രതിഷേധാഗ്നി അണഞ്ഞില്ല. രണ്ട് ഘട്ടമായി നടന്ന ഗ്രോ സമരം, മൊയിൻ ബാപ്പുവിൻ്റെയും ഗ്രോ വാസുവിൻ്റെയും നേതൃത്വത്തിൽ നടന്ന നിരാഹാര സമരങ്ങൾ, മരണത്തെ മുന്നിൽ കണ്ട നിമിഷങ്ങൾ. ഞാനെന്തായാലും മരിക്കാൻ തയ്യാറാണ്. എനിക്കും മനസ്സിലായി ഞാൻ മരണത്തിലേക്ക് പോവുകയാണെന്ന്. ഒരു 25 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരു നിരാഹാരത്തിലെ ശക്തി മുഴുവൻ ക്ഷയിക്കും. അതിന് മാസത്തിൽ ഒരു പുനർജന്മം ഉണ്ടാകുന്നതിന് മുന്നേ രണ്ടാമത് നടക്കുകയാണ്. 30ാമത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതായി മാറി. രാവിലെ തൊട്ട് തന്നെ ഡോക്ടർമാർ ഏറെക്കുറെ 10 മിനിറ്റിൽ എൻ്റെ പൾസ് പരിശോധിക്കാൻ പറയും. ഒരു 10-10:30 മണിയാകുമ്പോഴത്തേക്കും ഞാൻ പോകണം. 1999 ജനുവരി 11 റഹ്മാൻ സാഹിബ് പോരാട്ടങ്ങളുടെ ലോകത്ത് നിന്ന് യാത്രയായി. അദ്ദേഹത്തിൻ്റെ മരണം ഗ്രാസിം സമരത്തെ ആളിക്കത്തിച്ചു. അരുന്ധതി റോയ്, മേധാ പട്കർ എന്നിവർ സമരപ്പന്തലിലെത്തി അഭിവാദ്യമർപ്പിച്ചു. റഹ്മാൻ സാഹിബ് വിടവാങ്ങി 2.5 വർഷം കഴിഞ്ഞ് 2001 ജൂലൈ 8 ഗ്രാസിം ഫാക്ടറി എന്നേക്കുമായി അടച്ചുപൂട്ടി. ഹരിതരാഷ്ട്രീയത്തെക്കുറിച്ച ഉത്തരാധുനിക സങ്കല്പങ്ങളുടെ പിൻബലത്തോടെയായിരുന്നില്ല അദ്ദേഹം സമരമാരംഭിച്ചത്. റഹ്മാനും മൊയിൻ ബാപ്പുവിനും ചേക്കു സാഹിബിനുമെല്ലാം പിൻബലം ആത്മീയതയായിരുന്നു. ബിർള പടിയിറങ്ങിയതോടെ ചാലിയാർ പ്രാണൻ വീണ്ടെടുത്തു. കാളിയനില്ലാത്ത യമുന പോലെ. നമ്മൾ കാണുന്ന പുഴ ശരിക്കും എന്താ പറഞ്ഞാൽ നമ്മളൊക്കെ ഓർമ്മ വെക്കണ പുഴ 2 കളറ് ഉണ്ടാവും. ഒന്ന് കറുപ്പും ഒന്ന് നല്ല കടുംചായൻ്റെ. കാരണം വർഷകാലത്ത് അത് കടുംചായ നല്ല സ്ട്രോങ് ചായൻ്റെ ആ കളറിൽ ഒഴുകിയിട്ട് വരുന്ന എല്ലാ നമ്മൾ ചായപ്പൊടിൻ്റെ ചണ്ടി ഉണ്ടാവില്ല ചായയിൽ, അതുപോലെ ചണ്ടികൾ ഒഴുകി പോകുന്ന ഒരു പുഴ. പിന്നെ നമ്മൾ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വേനലായാൽ അത് കറുപ്പ്. അപ്പോൾ നമ്മളെ പുഴൻ്റെ ഒരു ചെറുപ്പത്തിലൊക്കെ പെട്ടെന്നുള്ള ഓർമ്മ പുഴ ചോദിച്ചാൽ നമുക്ക് കറുപ്പോ ഈ 2 കളറ് പറയാം. വെള്ളത്തിന് കളറില്ലാന്ന് നമ്മൾ പറയാൻ പറ്റില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പത്തിലുള്ള കളർ അതാ.
പിന്നെ അത് മാറി വരുന്നത് പിന്നെ ഈ ഒരു നമ്മൾ കാണുന്ന മാറ്റം കാണുന്നത് ഒരു പൂട്ടല്ല. തെളിഞ്ഞൊഴുകിയ വെള്ളത്തിൽ വീണ്ടും ജീവിതം പൊട്ടിമുളച്ചു. തൊഴിലാളികളായ അന്യസംസ്ഥാനക്കാർ തിരികെ പോയി. നാട്ടുകാരിൽ ചിലർ മറ്റ് തൊഴിൽ മേഖലകളിലേക്ക് ചേക്കേറി. അവരുടെ പിന്തലമുറക്കാർ ഗൾഫിലേക്ക് കുടിയേറി. എന്നാൽ മാവൂരിൽ ബിർളയുടെ ഫാക്ടറി സന്ദർശിക്കാൻ ഇന്നെത്തുന്നവരെ വരവേൽക്കുന്നത് കാതടപ്പിക്കുന്ന നിശബ്ദതയാണ്. ആളൊഴിഞ്ഞ ക്വാർട്ടേഴ്സുകൾ, ഉപേക്ഷിക്കപ്പെട്ട സ്കൂൾ, ആർക്കും വേണ്ടാത്ത ക്ഷേത്രം, ആശുപത്രി. ഇവിടെ നമ്മളൊക്കെ പാർട്ടിയിൽ ഓരോ പ്രവർത്തനത്തിലൊക്കെ ഉണ്ടാകുമ്പം ഇവിടെ ഒരു തൊഴിൽ വരണം എന്നുള്ളതാണല്ലോ മൊത്തത്തിൽ ജനങ്ങൾ തൊഴിൽ. ഇവിടെ ഇപ്പോൾ കുറച്ച് കൃഷിക്കാരും കർഷകരും ഇതൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടൊന്നും ഇപ്പോൾ ഇവിടുത്തെ ഒരു വികസനം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിന് പകരം അവർ പിന്നെ പാർട്ടി അധികാരത്തിൽ വന്ന് അപ്പം EMSൻ്റെ കെയർ ഓഫിലാണ് പിന്നെ ബിർളയായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പം ഇവിടുത്തെ സമ്പത്ത് വളരെ ചുരുങ്ങിയ വിലക്ക് അവർക്ക് കൊടുത്ത്. അപ്പോൾ അത് ഒരു നല്ലൊരു ആശ്വാസമാണെന്ന് ആ ഭാഗത്തു കൂടെ അന്ന് നമ്മൾ ചിന്തിച്ചത്. പിന്നെയാണല്ലോ വിശാലമായി ചിന്തിക്കുമ്പോഴാണല്ലോ ഇവിടുത്തെ നമ്മളെ രാജ്യം ഒന്നായിട്ട് കൊള്ളയടിച്ചിട്ട് ബിർള കൊണ്ടുപോവുകയാണെന്നുള്ളത് പിന്നെയാണ് ആ വിഷയത്തിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതേമാതിരി സബ്സിഡി പ്രകാരമാണ് ഫാക്ടറിയിൽ തൊഴിൽ പിന്നെ അതായത് തൊഴിലാളികൾക്ക് ഗവൺമെൻറ് പിന്നെ ലേബർ ക്വാർട്ടേഴ്സ് ഉണ്ടാക്കാനും ഇതൊക്കെ സബ്സിഡി മുഖാന്തരമാണ് കൊടുക്കുന്നത്. അത് ഗവൺമെൻറ്റിന് തിരിച്ച് എടുക്കുക എന്നല്ലാതെ ബിർളയ്ക്ക് തിരിച്ചെടുക്കാൻ പറ്റൂല ശരിക്കും പറയുകയാണെങ്കിൽ. അതേമാതിരി തന്നെ സ്കൂള് കാര്യങ്ങൾ, ആസ്പത്രികൾ, ഇതൊക്കെ അതായത് ഈ നാട്ടിൻ്റെ വികസനത്തിനാണല്ലോ ഗവൺമെൻറ് സബ്സിഡി കൊടുക്കണെന്താ. ഏറ്റവും ലാഭം പോലെ കൊയ്തു പോയാലും നമ്മളിവിടെയുള്ള നാട്ടിലുള്ള വികസനം കുട്ടികളും മറ്റുള്ളവരൊക്കെ പഠിച്ച് വിദ്യാഭ്യാസപരമായിട്ട് യോഗ്യന്മാരാവുമല്ലോ. ബിർളയുടെ പ്രതിനിധിയായി മാവൂരിലുണ്ടായിരുന്ന RN സാബുവിന് മൊയിൻ ബാപ്പുവിൻ്റെ കഥയിൽ വില്ലൻ പരിവേഷമാണുള്ളത്. തൻ്റെ മാവൂരിലെ ദൗത്യത്തെക്കുറിച്ച് സാബുവിന് ന്യായീകരണങ്ങളുണ്ട്. മലിനീകരണത്തെക്കുറിച്ചും അദ്ദേഹത്തിന് നിലപാടുകളുണ്ട്. Today, even at 81, I am hale and healthy. I was within the plant, I was living with my family. So how could you say that there was atmosphere was so bad? പക്ഷേ അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹവും ഇന്ന് ഗ്രാസിമിൻ്റെ ഇരയാണ്. ബിർളയുടെ ഉദ്യോഗസ്ഥനായിരിക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ക്യാൻസർ ബാധിച്ച് മരിച്ചത്. As I told you, I am devoting my full time for my eradication of cancer and education of poor girls. ഗ്രാസിം ഫാക്ടറി അടച്ചുപൂട്ടിയതോടെ ചില ചോദ്യങ്ങൾ ഇനിയും ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്നു. കേരളത്തിൻ്റെ പൊതുസ്വത്തായ വനസമ്പത്ത് തുച്ഛമായ വിലയ്ക്ക് നേടിയെടുത്തും കുറഞ്ഞ വേതനം നൽകി തൊഴിലാളികളെ ചൂഷണം ചെയ്തും കോടികൾ കൊയ്ത ശേഷം നൂറുകണക്കിനാളുകളെ മരണത്തിലേക്ക് തള്ളിയിട്ടവർ ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകേണ്ടതില്ലേ? മാവൂർ സമരം ശക്തമായ 70കളിലാണ് കേരളത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് രൂപീകരിക്കുന്നത്. ചാലിയാറിൻ്റെയും പെരിയാറിൻ്റെയും അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ബോർഡിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഒരു വീണ്ടുവിചാരത്തിന് സർക്കാർ തയ്യാറാവുമോ? 15 ഏക്കറിലധികം കൈവശം വയ്ക്കാൻ ആരെയും അനുവദിക്കാത്തതാണ് കേരളത്തിലെ ഭൂപരിധി നിയമം. എന്നാൽ വ്യവസായത്തിനെന്ന പേരിൽ ഇളവ് നൽകി സർക്കാർ നാട്ടുകാരിൽ നിന്ന് ഏറ്റെടുത്ത് നൽകിയ ഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാമോ? ഇത് തിരിച്ചെടുക്കാൻ സർക്കാർ തയ്യാറാവുമോ? ഭൂമി ബിർളയ്ക്ക് തന്നെ നൽകാനുള്ള നീക്കം യഥാർത്ഥത്തിൽ ഇനിയുമൊരു വ്യവസായ സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയാണോ? അതോ മറ്റൊരു റിയൽ എസ്റ്റേറ്റ് ഇടപാട് മാത്രമോ? ഇതൊക്കെ തന്നെയാണ് മൊയിൻ ബാപ്പുവിനും മാവൂരുകാർക്കും ചോദിക്കാനുള്ള അവസാന ചോദ്യം.
ഈ ഭൂമി ആരുടേതാണ്?